ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇപ്പോൾ ഏറ്റവും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗർഭിണിയായ ഒരു സ്ത്രീയെ നീതി തേടിയെത്തുന്ന, ഭർത്താവിനെ കസ്റ്റഡിയിലിരിക്കെ നീതി തേടിയെത്തുന്ന ഒരു സ്ത്രീയെയാണ് അതിക്രൂരമായി സിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ അക്രമം നടത്തുന്ന പോലീസുകാരെ എന്തിനാ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? കുറ്റകൃത്യം കാണിക്കുന്നവരെ ക്രിമിനൽ കേസുകളിൽ പെടുന്ന ആളുകൾക്കെതിരെ നടപടി വേണമെന്നുള്ള ഹൈക്കോടതിയുടെ തന്നെ ഒബ്സർവേഷൻ ഉണ്ട്. പോലീസ് ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുന്ന ആളുകളെ ഒരിക്കലും ഉൾക്കൊള്ളരുത് എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ പല സന്ദർഭങ്ങളിലായിട്ടുള്ള ഒബ്സർവേഷൻ. അതെല്ലാം നിലനിൽക്കെ തന്നെ ഈ ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ എന്തിന് പോലീസിലെ ഉന്നത സ്ഥാനത്ത്, പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡറിനകത്ത് കൊണ്ട് നിക്ഷേപിക്കുന്നു? അത് ജനങ്ങൾക്കുള്ള ശല്യമല്ലേ? ജനങ്ങളുടെ പേരിലാണോ അവർ കുതിര കയറേണ്ടത്? അത് പാവപ്പെട്ട ഒരു സ്ത്രീ, ആ വിഷ്വലിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു സാധു സ്ത്രീയാണ്. സ്ത്രീത്വത്തെയും സ്ത്രീകളെയും സംരക്ഷിക്കുമെന്ന് പറയുന്ന ഒരു ഗവൺമെന്റിന്റെ കീഴിൽ നീതി നടപ്പാക്കുമെന്ന് പറയുന്ന പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരമായ അക്രമമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനീതിയല്ലേ? ആ അനീതിക്കെതിരെ എന്ത് നടപടിയാണ് പോലീസ് എടുക്കുന്നത്, ഗവൺമെന്റ് എടുക്കുന്നത് എന്ന് കാണാൻ ജനങ്ങൾ താല്പര്യപ്പെടുകയല്ലേ? ഇതൊരു പരിഷ്കൃത സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഈ സമൂഹത്തിന്റെ മുഖമുദ്ര തന്നെ സ്ത്രീ സംരക്ഷണവും സുരക്ഷിതത്വം അല്ലേ? അതൊക്കെയാണ് എന്ന് പ്രസംഗിക്കുകയും അതിനുവേണ്ടി വാദിക്കും എന്ന് ശപഥം ചെയ്യുകയും ചെയ്തതിന് ശേഷം ഇതുപോലുള്ള പ്രവർത്തനം നടത്തുന്നവരുടെ മുമ്പിൽ തൊഴുകയോടുകൂടി നിൽക്കുന്ന ഒരു സർക്കാരിനെ കുറിച്ച് ആളുകൾക്ക് എന്ത് മതിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്? അതുകൊണ്ട് അവർക്കെതിരായിട്ട് നടപടിയെടുക്കണം. ക്രിമിനൽ കുറ്റവാളികളുടെ മുമ്പിൽ തൊഴുതു നിൽക്കുകയും പാവങ്ങളായ ആളുകളുടെ മേൽ തൊഴിച്ചു വീഴിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയോട് യോജിക്കാൻ കഴിയുമോ? ആ തെറ്റായ നടപടിക്കെതിരായി അതിശക്തമായ രൂപത്തിലുള്ള, അതോടൊപ്പം തന്നെ മാതൃകാപരമായ രൂപത്തിലുള്ള നടപടി എടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള ഈ അതിക്രമങ്ങൾ ഇപ്പോൾ തുടർക്കഥയാവുന്നൊരു സാഹചര്യമാണ്. അത്തരത്തിൽ മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായിരുന്നു, ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരുണ്ടെങ്കിൽ അവർക്കെതിരെ കൃത്യമായ നടപടി എടുക്കണമെന്ന നിർദ്ദേശമൊക്കെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഈ കേസ് പരിഗണനയിൽ വന്നിട്ട് പോലും ആഭ്യന്തര വകുപ്പിന്റെ മുന്നിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ കണ്ണിൽ പെട്ടിട്ടില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ സാരോപദേശങ്ങൾ നടത്തിയിട്ട് കാര്യമുണ്ടോ? അധികാരത്തിലിരിക്കുന്ന ആളുകളായ ഇതിന്റെ ആക്ഷൻസ് എടുക്കണം. ചെയ്യാൻ രാജസ്ഥാൻ അവർ അത് ചെയ്ത് ഒരു കാര്യത്തിനകത്തെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ എന്നുവരെങ്കിൽ ഇതുപോലുള്ള നടപടികൾ ആവർത്തിക്കുമോ? കേരള പോലീസിനകത്ത് എത്ര ക്രിമിനലുകളുണ്ട് എന്നൊരു കണക്ക് ഫയലിനകത്ത് അവിടെ ഉണ്ട്. മുഖ്യമന്ത്രിക്കറിയാം, ഹോം സെക്രട്ടറിക്കറിയാം എത്ര ക്രിമിനലുകളാണ് കേരള പോലീസിനകത്തുള്ളത് എന്ന്. അവർക്ക് ഒരു ഗവൺമെന്റ് ലോ ആൻഡ് ഓർഡറിന്റെ ചാർജ് കൂടി കൊടുത്താലോ ക്രിമിനലുകളെ നമ്മൾ കേരളത്തിന്റെ സംരക്ഷണം ഏൽപ്പിക്കുന്നതിന് തുല്യമാവില്ലേ? ഒരു കാരണവശാലും ഇത് ചെയ്യരുത്. അത് തെറ്റാണ്. പറയുന്ന വാക്കുകൾക്ക് നീതി പുലർത്തും എന്ന് വരികിൽ ഒരു കാരണവശാലും ഇതിനോട് കോംപ്രമൈസ് ചെയ്യാൻ സാധ്യമല്ല. നടപടിയെടുത്തേ മതിയാവും. ഇപ്പോൾ DCC പ്രസിഡന്റ് പറയുന്നതനുസരിച്ച് ഇയാൾക്കെതിരെ മുൻപും പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ഈ വകുപ്പ് തല അന്വേഷണം ഉണ്ടായിട്ട് പോലും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വകുപ്പ് തല അന്വേഷണം നടന്നോട്ടെ, അതിന്റെ റിപ്പോർട്ട് എടുത്ത് നടപടി വല്ലതും എടുക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ പ്രശ്നം. ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് അയക്കെതിരെ നടപടി എടുത്തിട്ട് ബാക്കി അന്വേഷണം പെൻഡിംഗ് എൻക്വയറിയാണ്, ആക്ഷൻ പെൻഡിംഗ് എൻക്വയറിയാണ്. അത് നടത്താനുള്ള അധികാരം ഗവൺമെന്റിനുണ്ട്. ആ അധികാരം കയ്യിലിരിക്കെ എന്തിനാണ് ആ നടപടി ഒന്നും എടുക്കാതെ ഇങ്ങനെ കണ്ണുപൂട്ടിയിരിക്കുന്നത്? അതിന്റെ അർത്ഥം ഈ സ്ത്രീകൾ, പാവങ്ങളായ സ്ത്രീകൾക്ക് കിട്ടേണ്ട നീതി നിഷേധിക്കാൻ അധികാരികളും കൂട്ടുനിൽക്കുന്നു എന്ന് തന്നെയല്ലേ? ഓക്കെ, വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചതിന്. മാതൃകാപരമായ നടപടിയെടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം.